അങ്ങനെ വധിക്കപ്പെട്ട സോമരാജനും എതിർകക്ഷിയായ ഡോക്ടർ രാജേന്ദ്രനും തമ്മിൽ കെട്ടിടത്തിന്റെ വാടക സംബന്ധിച്ച് ദീർഘനാളായി നിലനിന്നു വരുന്ന അഭിപ്രായ വ്യത്യാസം കെട്ടിടം ഒഴിഞ്ഞു കൊടുക്കണമെന്ന് സോമരാജൻ ആവശ്യപ്പെട്ടപ്പോൾ ശത്രുതയായി പരിണമിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ എതിർകക്ഷിയായ ഡോക്ടർ രാജേന്ദ്രൻ സോമരാജന്റെ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ ചെന്ന് കൊല്ലണമെന്നുള്ള മനഃപൂർവ്വമായ ഉദ്ദേശത്തോടുകൂടി റിവാൾവർ കൊണ്ട് വെടിവെച്ചിട്ടുള്ളതാണെന്ന് സാക്ഷിമൊഴികളുടെയും സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ സംശയലേശമെന്ന് തെളിഞ്ഞിരിക്കുന്നതിനാൽ എതിർകക്ഷിയായ രാജേന്ദ്രൻ കുറ്റവാളിയാണെന്ന് കോടതിക്ക് ബോധ്യമായിരിക്കുന്നു. കുറ്റപത്രം വായിച്ചത് കേട്ടില്ലേ? കേട്ടു. ആക്ഷേപം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. യുവർ ഓണർ, പ്രതിഭാഗം വക്കീലും നിലയിൽ എനിക്ക് ആക്ഷേപമുണ്ട്. പക്ഷേ എനിക്കൊരു ആക്ഷേപവുമില്ല. സോമരാജനെ മനഃപൂർവ്വം കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയാണ് ഞാൻ വെടിവെച്ചത്. സോമരാജൻ മരിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു പ്രതി സ്വയം കുറ്റം ഏറ്റുപറഞ്ഞാൽ ഒരു വക്കീലിന് എന്ത് ചെയ്യാൻ കഴിയും? കുറഞ്ഞപക്ഷം ആക്ഷേപമുണ്ടെന്നെങ്കിലും ബോധിപ്പിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ രക്ഷിക്കാൻ ഇനി ഒരു മാർഗമില്ല സാർ. ഇനി ഒരു കാര്യം മാത്രമേ അവശേഷിക്കുന്നു. എന്തിനു വേണ്ടി കൊന്നു? കൊലപാതകം ചെയ്തു പോകത്തക്ക വിധം ശക്തിയും ന്യായമുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കാമായിരുന്നു. മിസസ് ജയലക്ഷ്മിക്ക് എന്തെങ്കിലും അറിയാമോ? ചാർജ് ഷീറ്റിൽ പറയുന്നല്ലാത്ത എന്തെങ്കിലും കാര്യമുണ്ടായിട്ടുണ്ടോ? അതിപ്പോ എന്തോ കാര്യമുണ്ട്. അതെന്താണെന്ന് മിസസ് ജയലക്ഷ്മിക്ക് അറിയുകയും ചെയ്യാം. എന്താ അറിയില്ലേ? അറിയാം സാർ. എങ്കിൽ അതിങ്ങോട്ട് പറഞ്ഞോളൂ. ഡോക്ടർ രാജേന്ദ്രൻ രക്ഷിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഇല്ല സാർ, അദ്ദേഹം രക്ഷപ്പെടില്ല. രക്ഷപ്പെടുത്താമെന്ന് ഞാനല്ലേ പറയുന്നത്? പക്ഷെ ഈ രഹസ്യം പുറത്തറിയിച്ച് കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യുമെന്ന് എന്നോട് ഉറപ്പിച്ച് പറഞ്ഞതാണ്. അദ്ദേഹം അത് ചെയ്യാൻ മടിക്കില്ല. അതുകൊണ്ട് ഞാനായിട്ട് ഈ രഹസ്യം പുറത്തു വരില്ല. ഞാൻ കാരണം അദ്ദേഹം ആത്മഹത്യ ചെയ്തുകൂടാ. ഇങ്ങനെയാണെങ്കിൽ പിന്നെ വേണ്ട സാർ, ബാക്കി ഇപ്പൊ പറയണ്ട. എനിക്ക് അല്പസമയം കൂടി തരൂ, ഞാൻ വീണ്ടും വരാം. സഹോദരിയുടെ രക്ഷയായിരുന്നല്ലോ പ്രധാനം. അവളെ ഒരാൾ വിവാഹം ചെയ്തു കഴിഞ്ഞു. ഇനിയെങ്കിലും ഭാര്യയുടെ കാര്യം ഒന്ന് ഓർമ്മിച്ചൂടെ? ഇങ്ങനൊരു ഗതികേട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് വിവാഹം വേണ്ടെന്ന് പറഞ്ഞത്. സമ്മതിക്കാതിരുന്നത് ജയലക്ഷ്മിയാണ്. ഒരു ഗതികേടുമില്ല. എന്നെ വിവാഹം ചെയ്ത ഭർത്താവിനെ നേടിയെടുക്കാൻ എനിക്ക് കഴിയും. സാധുവായ എന്നോട് ഒരല്പം ദയ കാണിക്കണമെന്ന് മാത്രം. മനസ്സിലായില്ല. എന്തായാലും സഹോദരിയുടെ വിവാഹം കഴിഞ്ഞു. ആ കുട്ടിയുടെ ഭാവിയെ പറ്റിയുള്ള ആശങ്കയും തീർന്നു. ഇനിയെങ്കിലും സംഭവിച്ചതൊക്കെ കോടതിയിൽ തുറന്നു പറഞ്ഞു ഈ കേസിൽ നിന്ന് രക്ഷപ്പെട്ടൂടെ? നിവർത്തിയില്ല ജയലക്ഷ്മി, നിവർത്തിയില്ല. എന്തുകൊണ്ട്? ആ രഹസ്യം പുറത്തറിഞ്ഞാൽ സഹോദരിക്ക് ഒരു ഭർത്താവിനെ കിട്ടുകയില്ലെന്നായിരുന്നല്ലോ പേടി. ഇപ്പോഴിതാ നല്ലൊരു ഭർത്താവിനെ കിട്ടിക്കഴിഞ്ഞു. ഇനിയും ആ രഹസ്യം ഒളിച്ചു വെക്കണോ? മരണം വരെ ഒളിച്ചു പിടിക്കാതെ നിവൃത്തിയില്ല. ഇതുവരെ എന്റെ സഹോദരിയുടെ മാത്രം കാര്യത്തിലായിരുന്നു ആശങ്ക. ഇപ്പോഴവളുടെ ഭർത്താവിന്റെ കാര്യത്തിൽ കൂടി എനിക്ക് ആശങ്കയുണ്ട്. ഡോക്ടർ മോഹൻകുമാറിന്റെ കാര്യത്തിലും? അതെ. കോടതിയിൽ രഹസ്യം തുറന്നു പറഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ രക്ഷപ്പെട്ടേക്കാം. അതോടൊപ്പം തന്നെ ഇന്നോളം ഒളിച്ചു വെച്ചിരുന്ന ഈ രഹസ്യം എന്റെ സഹോദരിയെ സംബന്ധിച്ചുള്ള വലിയൊരു അപവാദമായി നാടാകെ പരക്കുകയും ചെയ്യും. മോഹൻകുമാറും ഒരു മനുഷ്യനാണ്. സ്വന്തം ഭാര്യയെക്കുറിച്ചുള്ള അപവാദം സഹിക്കവയ്യാതെ വരുമ്പോൾ പിന്നെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പാടില്ലാത്തത്? അതുകൊണ്ട് എന്നെ രക്ഷപ്പെടുത്തിയിട്ട് അവസാനം എല്ലാം കൂടി നശിപ്പിക്കാൻ ഇടയാക്കരുത്. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ജയലക്ഷ്മി പോയിക്കൊള്ളൂ. ശ്രീദേവി, നിന്റെ ചേട്ടന്റെ കേസ് നാളെ വിധി പറയുകയാണ്. നിനക്ക് മാത്രമേ നിന്റെ ചേട്ടനെ രക്ഷിക്കാൻ കഴിയൂ. ഒരു പാപവും ചെയ്യാത്ത മനുഷ്യൻ നിനക്ക് വേണ്ടി ശിക്ഷയേൽക്കാൻ നീ സമ്മതിക്കുമോ? ഡോക്ടർ, ഒരു സ്ത്രീ കാണാൻ വന്നിരിക്കുന്നു. വരാൻ പറയൂ. ഞാനൊരു സഹായം തേടി വന്നതാണ്. ഇരിക്കൂ. എന്നെ മനസ്സിലായോ? കോടതിയിൽ വെച്ച് കണ്ടതായി ഓർമ്മിക്കുന്നു. ഞാൻ ലോക്കപ്പിൽ ചെന്ന് ഡോക്ടർ രാജേന്ദ്രനെ കണ്ടിട്ട് വരികയാണ്. ക്ഷമിക്കണം, ഡോക്ടറും നിങ്ങളുമായിട്ടുള്ള ബന്ധമോ?
അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. ഭാര്യയോ? അതെ. എന്ത് ചെയ്യാം, എല്ലാവരെയും അറിയിച്ചുകൊണ്ടുള്ള ഒരു വിവാഹം നടത്താൻ ഞങ്ങൾക്ക് ഭാഗ്യമില്ലാതെ പോയി. ഏതായാലും അതൊന്നും ഇപ്പൊ ഇവിടെ പ്രശ്നമല്ല. എനിക്ക് എന്റെ ഭർത്താവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കണം. ഡോക്ടർക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ? ഡോക്ടർ എന്ന നിലയിലോ? അല്ല, ഒരു സുഹൃത്തെന്ന നിലയിൽ. ആ കൊലപാതകത്തിന് ഇടയാക്കിയ സംഭവം എന്തെന്ന് നിങ്ങൾക്കറിയാം. അതെങ്ങനെ നിങ്ങൾക്കറിയാം? എന്റെ ഭർത്താവ് പറഞ്ഞു, ആ രഹസ്യം കോടതിയിൽ അറിയിച്ചാൽ അദ്ദേഹത്തെ രക്ഷിച്ചു തരാമെന്ന് വക്കീൽ ഉറപ്പ് പറയുന്നു. എങ്കിലത് നിങ്ങൾക്കായിക്കൂടെ? ആകാത്തത് കൊണ്ടല്ല, ആ രഹസ്യം തുറന്നു പറഞ്ഞ് അദ്ദേഹത്തെ വെളിയിൽ കൊണ്ടുവന്നാൽ ആത്മഹത്യ ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആ ഭീതി എനിക്കുമുണ്ട്. തുറന്നു പറയാത്തതും അതുകൊണ്ട് തന്നെയാണ്. അദ്ദേഹത്തിന്റെ പ്രാണൻ രക്ഷിക്കാൻ വേണ്ടി എന്റെ പ്രാണൻ വേണമെങ്കിലും ഞാൻ ഉപേക്ഷിക്കും. എന്നാലും പ്രയോജനമില്ല. പ്രാണൻ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഏർപ്പാട് കോടതിയിലില്ല. അവിടെ തെളിവിനും രേഖയ്ക്കുമാണ് വില. അപ്പൊ പിന്നെ എന്ത് വേണമെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. നിങ്ങളും എന്നെ സഹായിക്കില്ലേ? ഈ പറഞ്ഞ സഹായമാണെങ്കിൽ പ്രതീക്ഷിക്കണ്ട. വേറെ എന്തെങ്കിലും സഹായമാണെങ്കിൽ? ഇനിയുള്ള കാര്യത്തിനൊന്നും നിങ്ങളുടെ സഹായം ആവശ്യമില്ല. അദ്ദേഹത്തെ തൂക്കിക്കൊണ്ടുവന്ന വാർത്ത കേൾക്കാൻ ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. നിൽക്കും, ഒന്ന് വന്നിട്ട് പോകും. എന്ത് വേണം? പറയാം. എന്താ പേര്? ജയലക്ഷ്മി. നല്ല പേര്. നിങ്ങളെ എനിക്കിഷ്ടമായി. ഡോക്ടർ, ശ്രീദേവി നോക്കി നിൽക്കുന്നുണ്ടാണ്. സാരമില്ല, അവൾക്കൊന്നും മനസ്സിലാവില്ല. അവൾക്കിനിയും സ്വബോധം തിരിച്ചു കിട്ടിയിട്ടില്ല. ജയലക്ഷ്മി, ഞാനൊരു ഭാര്യയാണ് ഡോക്ടർ. ഞാൻ ഭർത്താവ്. നമ്മൾ രണ്ടുപേരും വിവാഹിതരാണ്. പക്ഷെ ഭാര്യയാവാൻ നിങ്ങൾക്കോ ഭർത്താവാകാൻ എനിക്കോ കഴിഞ്ഞിട്ടില്ല. പക്ഷെ നമ്മളും മനുഷ്യരായി. അതുകൊണ്ട് തെറ്റും ചെയ്യുന്നതിൽ പ്രശ്നം. നീ ഇപ്പൊ എന്റെ വീട്ടിലാണ്. കഴിഞ്ഞതെല്ലാം നിനക്ക് ഓർമ്മിക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ ജയിച്ചിരിക്കുന്നു. ക്ഷമിക്കണം സഹോദരി. ഞാൻ കരുതിക്കൂട്ടി ചെയ്തത്. യാദൃച്ഛികമായി ഇങ്ങനൊരു ബുദ്ധി എനിക്ക് തോന്നി. തികഞ്ഞ മര്യാദകളും കാറത്വവുമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനൊരു പരീക്ഷണം നടത്തിപ്പോയതാണ്. ഇനി ഇത് മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഇതിൽ ഞാൻ വിജയിക്കുകയും ചെയ്തു. ക്ഷമിക്കണം സഹോദരി. എന്റെ ചേട്ടൻ എവിടെ? ഇത് നുണയാണ്. എന്നെ രക്ഷിക്കാൻ വേണ്ടി എന്റെ സഹോദരി പറഞ്ഞ കെട്ടുകഥയാണിത്. ഞാനാണ് സോമരാജനെ വെടിവെച്ചു കൊന്നത്. ശ്രീദേവി പറഞ്ഞത് മുഴുവൻ അസത്യമാണ്. ഞാൻ ഈശ്വരനെ സാക്ഷി നിർത്തിയാണ് മൊഴി തന്നത്. ഇതിലൊരു അക്ഷരം പോലും നുണയില്ല. നടന്നത് എന്താണെന്ന് ഞാൻ വിശദമായി പറയാം. ശ്രീദേവി, ചേട്ടൻ എന്നോട് ക്ഷമിക്കണം. എനിക്ക് വേണ്ടി ചേട്ടൻ കൊലമരത്തിലേറാൻ ഞാൻ സമ്മതിക്കില്ല. സോമരാജന്റെ വീട്ടിലാണ് ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചിരുന്നത്. അയാൾ പലപ്പോഴും വന്ന് എന്നെ ശല്യപ്പെടുത്തിയിരുന്നു. അത് മനസ്സിലാക്കി എന്റെ ചേട്ടൻ അയാൾ വീട്ടിൽ വരരുതെന്ന് വിലക്കി. ഒരു ദിവസം ചേട്ടൻ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോൾ
പുറത്തേക്ക് മറിഞ്ഞു. ഞാൻ അങ്ങോട്ട് പോവാണ്. പോണല്ലോ. അതെ, ഞാൻ തന്നെ. നിനക്ക് ഫോൺ ചെയ്തത് ഞാനാണ്. നിന്നെ വീട്ടിൽ നിന്നും പുറത്തു ചാടിക്കാൻ ഞാനൊരു വിദ്യ പ്രയോഗിച്ചു. എന്റെ കണക്കുകൂട്ടൽ തെറ്റിയില്ല. ഇവിടെ ടീച്ചറിനെ വിചാരിച്ചെന്നെ ഉപദ്രവിക്കരുത്. ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കാണ്. കാലൊന്നും പിടിക്കത്തില്ലേ? എന്നെ മാനഭംഗപ്പെടുത്തി, ചേട്ടനുമായിട്ട് ഏറ്റുമുട്ടി. ശ്രീദേവി, ശ്രീദേവി, എന്നെ മാനഭംഗപ്പെടുത്തിയ ആ ദുഷ്ടനെ ഞാൻ തന്നെയാണ് വെടിവെച്ച് കൊന്നത്. പക്ഷേ അപ്പോഴത്തെ ആ ഭീകരനെങ്ങും കണ്ടതോടുകൂടി എന്റെ സ്വബോധം നഷ്ടപ്പെട്ടു പോയിരുന്നു. കഴിഞ്ഞതെല്ലാം ഞാൻ മറന്നുപോയിരുന്നു. എന്റെ ചേട്ടനെ പോലും തിരിച്ചറിയാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് നേരത്തെ തന്നെ ഈ വിവരങ്ങളൊന്നും ഞാൻ കോടതിയിൽ പറയാതിരുന്നത്. ആ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന എന്റെ ചേട്ടൻ നിരപരാധിയാണ്. എന്നെ രക്ഷിക്കാൻ വേണ്ടി ചേട്ടൻ കുറ്റേറ്റ് പറഞ്ഞതേ ഉള്ളൂ. ഒരു സ്ത്രീയുടെ ഏറ്റവും വിലപ്പെട്ട സ്വത്താണ് മാനം. അത് നശിപ്പിച്ച ദുഷ്ടനെ ഞാൻ വെടിവെച്ച് കൊന്നു. കുറ്റക്കാരി ഞാനാണ്, ഞാൻ മാത്രമാണ്. എന്നെ രക്ഷിക്കൂ, എന്റെ ചേട്ടനെ രക്ഷിക്കൂ, എന്റെ ചേട്ടനെ രക്ഷിക്കൂ, എന്റെ ചേട്ടനെ രക്ഷിക്കൂ. Any cross questions? നോ മൈ ലോർഡ്. ശ്രീദേവി കുറ്റമേറ്റപ്പോ കോടതി അവളെ ശിക്ഷിക്കുമോ എന്ന് ഞാൻ ഭയന്നുപോയി. ചാരിത്രത്തിന് ഏറ്റവും വലിയ വില കൽപ്പിക്കുന്നവരാണ് ഭാരതീയർ. അതുകൊണ്ട് ഒരു സ്ത്രീ മാനം രക്ഷിക്കാൻ വേണ്ടി കൊല ചെയ്യേണ്ടി വന്നാൽ പോലും നമ്മുടെ കോടതി അവൾക്ക് മാപ്പ് കൊടുക്കും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ചുരുക്കി പറഞ്ഞാൽ പെണ്ണായാൽ രക്ഷപ്പെട്ടു. അയ്യോ, സ്ത്രീകൾക്ക് എന്തെല്ലാം സൗജന്യങ്ങൾ. വളരെ ശരിയാണ്. പെണ്ണായിട്ടൊന്ന് ജനിച്ചു നോക്ക്, അപ്പോഴറിയാം. ഞങ്ങൾക്ക് കിട്ടിയ സൗജന്യവും സുഖമൊക്കെ നേരിട്ട് കണ്ടതല്ലേ. ഇവരാരാണെന്നറിയൂ? ഇവരാണ് സാക്ഷാൽ പുരുഷന്മാർ.